ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബ്ലാക്ക് മണിയായി 50 ലക്ഷം രൂപ ആ മീനങ്ങാട് പ്രോജക്റ്റിന് വസുന്ധര വാങ്ങുന്നുണ്ട് കേട്ടോ. വസുന്ധര അത് മറിച്ച് വിട്ടിരിക്കുകയല്ലേ. അങ്ങനെ വസുന്ധര അത് വാങ്ങുന്നത് ശിവാനി ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. ഈശ്വര, ഒരു പ്രോജക്റ്റ് ഇങ്ങനെ മറിച്ച് വിൽക്കുന്നതിൽ ഇത്രയും പണമൊക്കെ വസുന്ധരയ്ക്ക് കിട്ടുമോ എന്നുള്ള ഭാവത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ബ്ലാക്ക് ആണോ വേണ്ടത് അതോ ചെക്കായിട്ടാണോ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വസുന്ധര ഇങ്ങനെ കുറച്ച് നേരം ആലോചിക്കും കേട്ടോ. പിന്നീട് വസുന്ധര പറയാണ്, എനിക്ക് ബ്ലാക്കായി മതി, അത് ഇന്ന ഹോട്ടലിൽ വെച്ച് തന്നാൽ മതി, അവിടോട്ട് കൊണ്ടുവന്നോളൂ, അത് നിങ്ങൾ അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്ന ശിവാനി ആകെ ഞെട്ടിപ്പോവാണ്. ഇതേ സമയം ഇവരുടെ മാനേജർ ഉണ്ടല്ലോ, കമ്പനിയിലൊരു മാനേജർ ഉണ്ടാവില്ല, അവരും ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വസുന്ധര അവരോട് പെട്ടെന്ന് എവിടെ നിന്നും പോകാനും പറയണേ. ശിവാനിക്കാണെങ്കിലോ ഈശ്വര, അരക്കോടീശ്വരി ആയല്ലോ ഞാൻ എന്നുള്ള ആ ഭാവത്തിൽ ശിവാനി നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് ശിവാനിയുടെ ആ ക്യാബിനിൽ ചെന്നിരുന്നിട്ട് ശിവാനി ചിന്തിക്കുകയാണ്, ഈശ്വര, എത്ര പെട്ടെന്ന് തന്നെ ഈ വസുന്ധര ഒരു പ്രൊജക്റ്റ് മറിച്ച് വിട്ടപ്പോഴേക്കും അരക്കോടി വാങ്ങുന്നത്. ഇവർക്ക് ഇങ്ങനെ ബ്ലാക്ക് മണി വാങ്ങുന്ന ആ സ്വഭാവം ഉണ്ടല്ലേ, എങ്കിൽ അതെനിക്ക് കൈപ്പറ്റണം, തീർച്ചയായും അത് ഞാൻ എടുക്കണം. ഇത് ഗൗതമും ആ വീട്ടിൽ ആരും തന്നെ അറിയില്ല, അത് ഞാൻ വാങ്ങും എന്നുള്ള ആ ഒരു വാശി ശിവാനിക്കുള്ളിലും വരികയാണ് കേട്ടോ. അങ്ങനെ ശിവാനി 2 ഗുണ്ടകൾക്ക് വിളിക്കുകയാണ്. ശിവാനി പറയുന്നുണ്ട്, നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? തീർച്ചയായും മാഡം, എന്താ വേണ്ടത്? ഇന്ന ഹോട്ടലിൽ വെച്ച് നാളെ വസുന്ധര എന്ന് പറയുന്ന അവരുടെ ഫോട്ടോ ഞാൻ വിട്ടുതരാം, അവർ കുറച്ച് പണവുമായി പോവും, ആ പണം നിങ്ങൾ എനിക്ക് തട്ടിയെടുത്ത് തരണമെന്ന് പറയട്ടെ. അത് കേട്ടോടെ തന്നെ അവർ ശരി മാഡം, ഞാൻ ചെയ്യാമെന്ന് പറയണം. പക്ഷേ അതും ഈ കമ്പനിയിലെ മാനേജർ കേൾക്കുകയാണ് കേട്ടോ. അങ്ങനെ വസുന്ധരയുടെയും ശിവാനിയുടെയും സംസാരം കേൾക്കുകയാണ്. ആ കമ്പനിയെ തകർക്കുന്ന കാര്യങ്ങളാണ് ഇവർ 2 പേരും ചെയ്യുന്നതെന്ന് മാനേജർക്ക് മനസ്സിലാവാണ് കേട്ടോ. ഇതേ സമയം മാനേജർക്ക് എങ്ങനെയായാലും ഈ കമ്പനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഈ കമ്പനി തകരും. ഗൗതം സാർ എത്ര കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ കമ്പനിയാണ്, ഇത് ഗൗതം സാറിനെ അറിയിക്കണമെന്നുള്ള ആ ഒരു നിലപാടെടുക്കണം കേട്ടോ. പിന്നീടാണെങ്കിലോ നേരെ ഗൗതമും നിധിയും നിൽക്കുന്ന ആ വീട്ടിലോട്ട് ഈ മാനേജർ ചെല്ലാണ്. അയാളെ കണ്ടോടെ തന്നെ, ആഹാ, ഇതിപ്പോൾ ആര്, അത്ഭുതമായിരിക്കുന്നല്ലോ, എന്താ ഈ വഴിക്കൊക്കെ ഇറങ്ങിയിരിക്കുന്നതെന്ന് ഗൗതം ചോദിച്ച ഉടൻ തന്നെ അയാൾ പറയണേ, സാറിനോട് ഒരു കാര്യം അറിയിക്കാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്ത് ഞാനിപ്പോൾ നിങ്ങളുടെ സാറെന്നല്ലല്ലോ, അല്ല, ഞങ്ങൾക്ക് എന്നും ഏത് കാലത്തും ഞങ്ങൾക്ക് അന്നം തന്നിരുന്നത് സാറാണ്. ആ കമ്പനി ഇത്രയും വലുതാക്കി പടുത്തുയർത്തിയത്, അതൊക്കെ ഇന്ന് ഇല്ലാതായതിൻ്റെ കാരണം സാർ ആ പടി ഇറങ്ങിയത് കൊണ്ടാണ്. അയ്യോ, നിങ്ങളുടെ അന്നൊന്നും ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ എന്ന് ഗൗതം ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ, സാർ, എനിക്കെൻ്റെ വിഷമം സഹിക്കാനാവാതെ ഞാൻ നിങ്ങളുടെ അരികിലോട്ട് വന്നത്. എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, തീർച്ചയായും ഞാൻ നിങ്ങളുടെ അരികിലോട്ട് വന്നിരിക്കുന്നത് എനിക്കെൻ്റെ വിഷമം സഹിക്കാൻ വയ്യാതായിട്ടാണ്. കാരണം വസുന്ധര ഇങ്ങനെ ഒരു മീനങ്കാട്ട് പ്രോജക്റ്റ് എന്ന് പറയുന്നുണ്ട്, അത് മറിച്ച് വിറ്റ് വസുന്ധര 50 ലക്ഷം വസുന്ധര മേഡം അവരുടെ കൈകളിൽ നിന്ന് നാളെ ബ്ലാക്ക് മണിയായി വാങ്ങുന്നുണ്ട് ഇന്ന ഹോട്ടലിൽ വെച്ച്. എന്താ ഈ പറയുന്നത് അമ്മ, അവർ അങ്ങനെ ചെയ്യുന്നോ എന്നൊക്കെ വസുന്ധര, അമ്മ, ആൻറ്റി എന്ത് വിളിക്കണം എന്നറിയാതെ അത്രയും ദേഷ്യത്തോടു കൂടി ഗൗതം ചോദിക്കാണ്. അതെ സാർ, അവർ ആ കമ്പനിയെ തകർക്കുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം ശിവാനിയുടെ കാര്യം പറയണ്ട. ശിവാനി ഈ സത്യങ്ങൾ അറിയുമ്പോൾ അവിടെ ശിവാനി ഇതൊക്കെ അറിഞ്ഞത് ശേഷം ഈ ഗുണ്ടകൾക്ക് വിളിച്ചതിന് ശേഷം താൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ താൻ കാണുന്ന കാഴ്ച, കുറച്ച് പേരിങ്ങനെ ആ കമ്പനിയിലോട്ട് കുറച്ച് സാധനങ്ങൾ ഇറക്കി വെക്കുന്നതായിരിക്കൂട്ടോ. അത് കാണുന്നതിനോട് കൂടിയിട്ട് ശിവാനി അവരോട് പറയണേ, നിങ്ങളെന്താ ഈ കമ്പനിയിലോട്ട് ഇത് ഇറക്കുന്നത്? മാഡം, ഞങ്ങളുടെ അടുത്ത് നിന്നാണ് ഒരുപാട് കാലമായി ഈ കമ്പനിയിലോട്ടുള്ള സാധനങ്ങൾ ഞങ്ങളുടെ അടുത്ത് നിന്നാണ് വാങ്ങുന്നതെന്ന് പറയണ്ട. അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ ശിവാനി പറയാണ്, ഇനി നിങ്ങളുടെ അടുത്ത് നിന്ന് വേണ്ട, നിങ്ങളെക്കാൾ ചെറിയ ക്യാഷിൽ വേറൊരാൾ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയട്ടോ. ഇതങ്ങ് കേൾക്കുമ്പോൾ ഉടൻ തന്നെ അവർ പറയണം, മാഡം, ഞങ്ങളും ഈ ഗൗതം സാറിൻ്റെ കമ്പനിയുമായി ഒരുപാട് കാലത്തെ ആ ഒരു ഡീലുണ്ട്, ഇനി ഇത് ഒഴിവാക്കരുത് എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ ഗൗതമല്ലേ ഈ കമ്പനി നടത്തുന്നത്, ഞാനും വസുന്ധര മാമാണ് എന്ന് പറയട്ടെ. അയ്യോ മാഡം, പ്ലീസ് ദയവ് ചെയ്തെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ശിവാനി, ശരി, നിങ്ങളുടെ കെഞ്ചൽ കേൾക്കുമ്പോൾ ഞാൻ ഈ സാധനങ്ങൾ ഇവിടെ ഇറക്കാൻ സമ്മതിക്കാം. അതിന് നിങ്ങളൊരു കാര്യം ചെയ്യണം, എനിക്ക് കമ്മീഷനായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ശരി, ഞാൻ എനിക്ക് തരാൻ പറ്റും
പറ്റുമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അതും ഈ മാനേജർ കേൾക്കുന്നുണ്ട് കേട്ടോ. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ വസുന്ധരയും ശിവാനിയും കൂടി ചെയ്യുന്നത് ഗൗതമിനെ ഫുള്ളായി അറിയിക്കുകയാണ് കേട്ടോ. ഈ സത്യങ്ങളെല്ലാം അറിയുന്ന ഗൗതം ഈശ്വര എന്ന് പറയുകയാണ്, എൻ്റെ കമ്പനി ഈ നിലക്കാക്കിയിരിക്കുന്നു. അത് കേട്ട ഉടനെ തന്നെ ഗൗതം സാറും പ്രണവ് സാറും അതുപോലെ തന്നെ ആ കമ്പനിയുടെ നിങ്ങളുടെ അച്ഛനായ അവരും ഇല്ലെങ്കിൽ ഈ കമ്പനി തകരും. അത് കേട്ട ഉടനെ തന്നെ ഗൗതമിൻ്റെ ഉള്ളിൽ നിന്നൊരു വേദന വരികയാണ്. താൻ എത്രയോ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ഈ സ്ഥാപനം ഇല്ലാതാവുന്നത് ഗൗതമിനെ സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ വേണ്ടത് ചെയ്തോളാം എന്ന് പറയുമ്പോൾ സാർ വേണ്ടത് ചെയ്യണം, അല്ല എങ്കിൽ ആ കമ്പനി നശിച്ചു പോകും. ഇപ്പോഴാ കമ്പനിക്ക് പുറത്ത് പേരുണ്ട്, പക്ഷേ ഉള്ളിലൂടെ പണമിടപാടുകൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നഷ്ടങ്ങളിലോട്ടാണ് പോവുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം ഇങ്ങനെ അവർ പോയതിന് ശേഷം നിധി പറയാണ്, ഗൗതം എന്താ ചെയ്യുന്നത്? തീർച്ചയായും ഇനി ഞാൻ കളത്തിലിറങ്ങേണ്ടിയിരിക്കുന്നു. കളത്തിലിറങ്ങി തന്നെ കളിക്കണം. വസുന്ധരയുടെയും ശിവാനിയുടെയും പത്തിക്ക് തന്നെ ഇനി കൊത്തണം, അല്ല എങ്കിൽ എൻ്റെ കമ്പനി അവർ തകർക്കും. പ്രണവ് ആ ഓഫീസിലോട്ട് പോകും വരെ അവർക്ക് പറ്റാവുന്ന പണികളെല്ലാം നടത്തും. അപ്പോഴേക്കും ഫിനാൻഷ്യലി ആയിട്ട് ആ കമ്പനി തകർന്നിട്ടുണ്ടാകും. പിന്നെ ഒരിക്കലും ഉയർത്താൻ കഴിയില്ല. അതുകൊണ്ട് ഇടപെടേണ്ട സമയത്ത് ഞാൻ ഇടപെടുകയാണ്. അപ്പം നിധി ചോദിക്കും, എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതൊക്കെ ഞാൻ പറഞ്ഞു തരാം, നീ എനിക്കൊപ്പം നിന്നാൽ മതി, ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആവാണ്. ബ്ലാക്ക് മണി വാങ്ങാൻ വേണ്ടി ആ ഹോട്ടലിലോട്ട് 50 ലക്ഷവുമായി അവരെത്തിയിരിക്കുകയാണ്. വസുന്ധരയെ അവിടെ എത്തുന്നുണ്ട്. എന്നാൽ ശിവാനിയുടെ ഗുണ്ടകൾ പുറത്ത് കാവലായി നിൽക്കുന്നുണ്ട്. ഇതേ സമയമാണ് നിധിയും ഗൗതമും ആ ഹോട്ടലിലോട്ട് എത്തുന്നത് കേട്ടോ. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, ഗൗതം എന്ത് ചെയ്യുന്നു? എന്തായാലും വെയിറ്റ് ചെയ്യുക, എൻ്റെ അമ്മ എന്ന് പറയുന്ന അവരുണ്ടല്ലോ, അവർ ബ്ലാക്ക് മണിയായി പുറത്തോട്ട് വരും. ആ സമയം ആ പണം കൊണ്ട് ആ 50 ലക്ഷം കൊണ്ട് വരുമ്പോൾ നമുക്കത് തട്ടിയെടുക്കണമെന്ന് പറയാം കേട്ടോ. അപ്പോഴാണ് ആ 2 ഗുണ്ടകൾ അവിടെ നിൽക്കുന്നത് കാണുന്നത്, ശിവാനിയുടെ ഗുണ്ടകൾ. അവരത് പണം തട്ടിയെടുക്കട്ടെ, അതിനുശേഷം ഞാൻ എൻ്റെ കളികൾ തുടങ്ങിക്കോളാം എന്ന് പറയുന്നത്. ഇതേ സമയം അവർ ഈ ഒരു പണം വസുന്ധരയുടെ മുന്നിൽ തുറന്ന് കാട്ടിക്കൊടുക്കണം. അപ്പോൾ 50 ലക്ഷം അടുക്കി വെക്കുന്നത് കണ്ടപ്പോൾ വസുന്ധര പറയാം, അടക്കടക്ക് വേഗം അടക്കുക എന്ന് പറയുന്നത്. മറ്റുള്ളവർ കാണുന്ന കരുതിയിട്ട് എന്നാ ശരി ഞാനിവിടെ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞ് വസുന്ധര ആ പെട്ടിയെടുത്ത് തൻ്റെ കാറിലോട്ട് അങ്ങ് നീങ്ങുന്ന സമയത്താണ് കേട്ടോ അവിടെ ഈ ശിവാനിയുടെ 2 ഗുണ്ടകൾ വസുന്ധരയുടെ കൈകളിൽ നിന്നും ആ പണം തട്ടിയെടുക്കുന്നത്. എന്നാൽ ഇതോടുകൂടിയിട്ട് ഗൗതം ഇത് പുറത്ത് നിന്ന് കാണുന്നതാണ്. വസുന്ധര അയ്യോ എൻ്റെ പണം എന്ന് പറഞ്ഞ് വസുന്ധര നിലവിളിക്കുമ്പോഴേക്കും നിധി അയ്യോട് ഗൗതം പറയണേ എൻ്റെ മുഖംമൂടി എടുക്കുമെന്ന് പറയണേ. അങ്ങനെ ഗൗതം മുഖംമൂടി തലയിലൂടെ ഇടണേ. എന്നിട്ട് പറയണേ, നീ എൻ്റെ പിറകെ വന്നാൽ മതി, നീയാണ് എൻ്റെ കളികൾ തുടരുന്നത് എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു എപ്പിസോഡാണ് ഇനി നെക്സ്റ്റ് വരാനിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വസുന്ധര നിധിക്ക് മുന്നിലും ഗൗതമിന് മുന്നിലും ഇനി മുട്ടുകുത്തുന്ന ആ ഒരു കിടുക്കൻ സീനാണ് കേട്ടോ നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്. ഇനിയാണ് ഇതിൻ്റെ ഓരോ എപ്പിസോഡുകളും അടിപൊളിയാണ്. ശിവാനി പോലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് ഇനി ഗൗതമിൽ നിന്നും നിധിയിൽ നിന്നും കിട്ടാൻ പോകുന്നത്. എന്തായാലും വസുന്ധര തന്നെ ഇനി ഗൗതമിനെയും നിധിയെയും ആ വീട്ടിലോട്ട് തിരികെ വിളിക്കുകയും അവർ ആ വീട്ടിൽ തിരികെ നിൽക്കുകയൊക്കെ ചെയ്യുന്ന ആ എപ്പിസോഡാണ് കേട്ടോ ഇനി കാണാനിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസും ഡെയിലി റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.